നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ അർജൻറ്റീന നാളെ അവരുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയാണ്. നിലവിലെ ചാമ്പ്യന്മാരാണ്. മികച്ചൊരു തുടക്കമിടാനാണ് കോച്ച് ലയണൽ സ്കലോനിയും സംഘവും പ്ലാനിട്ടിരിക്കുന്നത്. നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് ഇന്ത്യൻ സമയം ബുധനാഴ്ച രാവിലെ 6:30 അവർ അൾജീരിയക്കെതിരെ കളിക്കുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇപ്പോൾ അർജൻറ്റീൻ ക്യാമ്പിൽ നിന്ന് ശുഭവാർത്ത ഉയരുന്നു. താരങ്ങളൊക്കെ ഫിറ്റാണ്. അതിലൊരാൾ മാത്രമാണ് ഫിറ്റ് അല്ലാതെ ഉള്ളത്. അത് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും പോസിറ്റീവ് ന്യൂസ് വരുന്നു എന്ന് അർജൻറ്റീൻ മാധ്യമം TNT സ്പോർട്സ് അർജൻറ്റീന റിപ്പോർട്ട് ചെയ്യുന്നു. ഗുഡ് ന്യൂസ് ബിഫോർ ദി ഡെബ്യൂ എന്ന് പറഞ്ഞാൽ വേൾഡ് കപ്പ് ഡെബ്യൂ എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിന് മുമ്പ് ശുഭവാർത്ത എത്തിയിരിക്കുന്നു എന്ന് TNT സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നു. അതിലവർ പറയുന്നത് നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ ഇപ്പോൾ പ്ലേയിങ് ഫീൽഡിലേക്ക് അർജൻറ്റീൻ ദേശീയ ടീമിനോടൊപ്പം ട്രെയിനിങ് സെഷനിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. അദ്ദേഹം വിത്ത് ദി ബോൾ കുറച്ച് സമയം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട്. ദാറ്റ്സ് എ പോസിറ്റീവ് ന്യൂസ്. ഓൾദോ ഹി വോണ്ട് മേക്ക് ഇറ്റ് ടു ദി ഫസ്റ്റ് വേൾഡ് കപ്പ് മാച്ച് അഗെയിൻസ്റ്റ് അൾജീരിയ. പക്ഷേ അദ്ദേഹം ആദ്യ വേൾഡ് കപ്പ് മത്സരത്തിന് അദ്ദേഹം ഉണ്ടാവില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ്, അദ്ദേഹത്തിൻ്റെ റിക്കവറി അത് ലയണൽ സ്കലോനിക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ് എന്നാണ് ഇപ്പോൾ TNT സ്പോർട്സ് അർജൻറ്റീന റിപ്പോർട്ട്. കാരണം ഓൾറെഡി ഇപ്പം ടീമിൽ ഇനി കട്ടുണ്ടാവില്ല എന്ന് ഓൾറെഡി തീരുമാനിച്ചത് കൊണ്ട് തന്നെ ഇപ്പോൾ അർജൻറ്റീന ടീമിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോ തുടരും. മാത്രമല്ല അദ്ദേഹം സെറ്റായി വരുന്നു. അടുത്ത മത്സരമാകുമ്പോഴേക്കും, ഈ ആദ്യ കളി മിസ്സായാലും അടുത്ത കളിയാകുമ്പോഴേക്കും അദ്ദേഹം പൂർണ്ണ ഫിറ്റ് ആവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അർജൻറ്റീനയ്ക്ക് ഗുഡ് ന്യൂസാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.